ഹലോ ഗായ്സ്, കെ ഫോർ കണ്ണൂർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് ഒരു ട്രിപ്പ് പോവായിരുന്നു. 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂർഗിലേക്കാണ് ട്രിപ്പ്. നമ്മൾ കണ്ണൂരിൽ നിന്ന് നേരെ കൂർഗിലേക്ക്. അപ്പോൾ കൂർഗിലേക്കുള്ള 1 ഡേ ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. കൂർഗിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പോയിട്ടുള്ളത് വിൻറ്റേജ് കാർ കളക്ഷൻസിൻ്റെ അടുക്കുകയാണ്. എന്തായാലും നമ്മൾ സിനിമയിലും സീരിയൽ അങ്ങനെ ഇതിൽ മാത്രമല്ലേ നമ്മൾ അങ്ങനെ ഉള്ള കാർസ് കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമേ ഉണ്ടായിരുന്നില്ല പോകാൻ വേണ്ടിയിട്ട്. കാരണം അത് നമുക്ക് എനിക്ക് കാറിൻ്റെ കളക്ഷൻസ് ഇഷ്ടമല്ല എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. പക്ഷേ എങ്കിൽ പോയിട്ടില്ലെങ്കിൽ എനിക്ക് എന്തായാലും അതൊരു മിസ്സിങ് ആയിപ്പോയിന്. കാരണം അത്രയും കളക്ഷൻസ് നമ്മൾ എന്തായാലും നമ്മളത് പിന്നെയൊന്നും കാണൂല. കാരണം നമ്മളത് പണ്ടുള്ള സിനിമകളിലും മറ്റും കണ്ടിരുന്ന കുറേ കാർസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നോക്കി നിന്ന് പോവും, അത്രയ്ക്ക് നല്ല സൂപ്പർ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് കാർസ്. നമ്മൾ പണ്ട് രാജാവ് പോകുന്ന സിനിമയിലും അങ്ങനെ ഇനിയും കണ്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാർസും കാര്യങ്ങളെല്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡും നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര ഞെട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊന്നും ഒരിക്കലും നമ്മൾ കാണുന്ന പ്രതീക്ഷിച്ചേ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ നമ്മൾ കൂർഗിലേക്ക് പോകുന്നതിൻ്റെ ഇതിൽ പ്ലാനിൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പോകുമ്പോൾ കണ്ടു, അവിടെ ഒരു ബോർഡ് കണ്ടു, അങ്ങനെ നമ്മൾ അവിടത്തേക്ക് കയറി നോക്കിയതായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം പൊളിയായിരുന്നു. എന്തായാലും കാറിൻ്റെ കളക്ഷൻസ് എല്ലാം നിങ്ങളൊന്ന് വീഡിയോയിൽ കണ്ടു നോക്കുക. ഇപ്പോഴത്തെ പോലെ ഇന്നോവ ഇത്ര സൈസില്ലല്ലോ. ഗ്യാസ് 24 ഗ്യാസ് 24. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും കൂർഗിൽ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണിത്, വിൻറ്റേജ് കാർ കളക്ഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.